നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു കൊലപാതകം മറന്നിട്ടില്ലല്ലോ. ഒരു പഠിക്കാൻ പോയ സഹപാഠിയെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊന്ന സഹപാഠി. അപ്പോൾ ആ ഒരു വാർത്ത 2 ദിവസം പറഞ്ഞിട്ട് എല്ലാവരും അവസാനിപ്പിച്ച പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ വർഗീയ വിഷം ഇളക്കി വിട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ കൊന്നത് ഒരു മുസ്ലിം നാമധാരിയാണ്. ഒരു വിഷം ഇളക്കി വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ശരിയാകാമെന്ന ആരുടെയോ ബുദ്ധി ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, ഈ നാട് സമാധാനമായി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വർഗീയ വിഷം വിതറിക്കൊണ്ട് അലങ്കോലമാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആ കൊലപാതകയ്ക്ക് അയാൾ അർഹിക്കുന്ന ശിക്ഷ കിട്ടണമെന്ന് മാത്രമല്ല അത് അനുഭവിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ വന്നാൽ ഇപ്പൊ ഇവിടെ പറയുന്നത് പോലെ ഇവിടെ വിചാരണ നടത്തി ഇവിടെ ശിക്ഷിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നീതിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം തൂക്കിക്കൊല്ലാൻ തക്കവണ്ണമുള്ള ശിക്ഷ അല്ല, അപൂർവമൊന്നും അല്ലത്. അതുകൊണ്ടൊരു ജീവപര്യന്തം കൊടുക്കും. കുറച്ചു കാലം നല്ല നടപ്പ് കഴിയുമ്പോഴത്തേക്ക് പരോളും അല്ലാതെയായിട്ട് പുറത്തിറങ്ങും. അത് കഴിയുമ്പോൾ സർക്കാരോ ആരെങ്കിലും സ്വാധീനിച്ചിട്ട് ആള് പുറത്തു വരും, സുഖമായിട്ട് ജീവിക്കും. പിന്നെ പെണ്ണൊക്കെ കെട്ടി ആ സുഖമായിട്ട് അടുത്ത ജീവിതം ഇങ്ങനെ പോകും. ആ ഡോക്ടർ പഠനം ചിലപ്പോൾ ഇല്ലാതായി പോകും. ഇത്രയേ ഉള്ളൂ, ഇത് സംഭവിക്കുള്ളൂ. പക്ഷെ ആ പെൺകുട്ടി അവൾ ഇതുപോലെ പ്രതീക്ഷ കൊണ്ട് അവിടെ എത്തിയതാണ്. അവളുടെ പ്രതീക്ഷകളെ അസ്തമിച്ചതിനുള്ള ഒരു ശിക്ഷ അയാൾക്ക് കിട്ടാതെ പോകും. അതാണ് ഇവിടെ ആ കേസ് അന്വേഷിച്ച് ഇവിടെ വിചാരണ നടത്തി ശിക്ഷിച്ചാൽ വരുന്ന ഒരു പ്രശ്നം. ഇന്ത്യൻ പൗരന്മാര് വിദേശത്ത് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, അതിന് ഇന്ത്യൻ നിയമങ്ങൾ പ്രയോഗിക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിന്, അതായത് ഭാരതീയ ന്യായ സംഹിത BNS വെച്ചിട്ട് പറ്റും, പൂർണ്ണ അധികാരമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലാണ് ഈ കുറ്റകൃത്യം നടന്നത് എന്നതുകൊണ്ട് ഇവിടെ നമുക്ക് അന്വേഷിക്കാനോ ശിക്ഷിക്കാനോ തടസ്സമൊന്നുമില്ല. ഇരയും പ്രതിയും മലയാളികളായതുകൊണ്ട് തന്നെ കേരള പോലീസിനോ അതല്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഏജൻസികൾക്കോ നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഒരു വിധത്തിലുള്ള നിയമ തടസ്സമില്ല. എന്നാൽ എന്നുള്ളതിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുറ്റകൃത്യം നടന്നത് എവിടാ? വിദേശത്താണ്, ഉസ്ബെക്കിസ്ഥാനിലാണ്. അതുകൊണ്ട് ഫോറൻസിക് തെളിവുകൾ വേണം, ഇഞ്ചറി റിപ്പോർട്ടുകൾ വേണം, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വേണം, അതുപോലെ പ്രാദേശികമായിട്ട് സാക്ഷികൾ ഉണ്ടാവും. ഈ സാക്ഷികളൊക്കെ വേണം. ഈ തെളിവുകളൊക്കെ, ഈ സാക്ഷിമൊഴികളൊക്കെ ശേഖരിക്കുന്നതിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം ഇവരൊക്കെ സാക്ഷി പറയേണ്ടിയും വരുമല്ലോ. അന്താരാഷ്ട്ര നിയമ സഹായ കരാറുകളുണ്ട് ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും തമ്മിൽ. അതുകൊണ്ട് ഈ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടാം. പക്ഷെ അത്തരത്തിൽ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടാൻ സമയമെടുക്കും. അതുപോലെയുള്ള മറ്റൊന്നാണ് ഇവിടുത്തെ വിചാരണ കാലയളവ്. ഈ വിചാരണ കാലയളവിൽ അനന്തമായി നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ ജാമ്യം എടുത്തിട്ട് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിചാരണ കാലയളവ് മുഴുവൻ അയാൾ പുറത്ത് തന്നെ ആയിരിക്കും. അകത്ത് തന്നെ കിടക്കുമെന്ന് വിശ്വസിക്കാൻ നോക്കൂല, ജാമ്യം കിട്ടും. അപ്പൊ അതുകൊണ്ട് വിചാരണ കാലയളവ് നീണ്ടു പോകും. ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയല്ല, പെട്ടെന്ന് പരിപാടി നടക്കും. ഈ ഉസ്ബെക്കിസ്ഥാനിലെ ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചിട്ട് രണ്ടാമത് ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യൻ പോലീസിന്, നമ്മുടെ കേരള പോലീസിന് ഒരു പ്രധാന തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിനിടയിൽ രാഷ്ട്രീയമായിട്ട് മറ്റൊരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചാണോ അന്വേഷിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേറൊരു രാഷ്ട്രീയ പ്രമുഖൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ്, അവിടെ നിൽക്കട്ടെ. ഏതായാലും ഉസ്ബെക്കിസ്ഥാനിൽ 2008 മുതൽ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പ്ലാനിങ്ങോടെ ക്രൂരമായി നടത്തുന്ന കൊലപാതകങ്ങൾക്ക് ജീവപര്യന്തം തടവോ അതല്ലെങ്കിൽ 20 മുതൽ 25 വർഷം വരെയുള്ള ദീർഘകാല തടവോ അവിടെ ലഭിക്കാം. ഇവിടെ ഈ കൊലയാൾക്ക് ജീവപര്യന്തം തടവാണ് കിട്ടാൻ സാധ്യതയെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇയാളുടെ നാട്ടുകാരിയാണ് ഈ കുട്ടി ഇവിടുന്ന് ഉസ്ബെക്കിസ്ഥാനിൽ അവരുടെ കോളേജിൽ പഠിക്കാൻ ചെല്ലും. മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് സ്വന്തം നാട്ടിലെ കുട്ടിയെ സ്വന്തം സഹോദരിയെ പോലെ അല്ലെങ്കിൽ സ്വന്തം വേണ്ടപ്പെട്ടതിനെ പോലെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മനസ്സിലാക്കണത്. അങ്ങനെയുള്ള ചെറുപ്പക്കാരനാണ് ഇതിനെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊന്നുകളഞ്ഞത്. ഇപ്പൊ മനഃപൂർവ്വം കൊന്നുകളഞ്ഞതാ. അവനിനെ സൂക്ഷിക്കേണ്ടെന്ന് അവിടുത്തെ കോടതി അങ്ങ് തീരുമാനിക്കും. ഇവിടെ നമ്മൾ ഒരു പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ ഹാജരാക്കുന്നത് പോലെ അവിടെ അത്തരത്തിലുള്ള ഹാജരാക്കൽ ആരും പ്രതീക്ഷിക്കരുത്. കോടതികൾ എല്ലായിടത്തും നീതിപൂർവ്വമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ കോടതിയിൽ എത്തുന്ന തെളിവുകളുടെയും സാക്ഷികളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലെ കോടതിക്ക് വിധി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്രതിക്ക് കുറഞ്ഞ ശിക്ഷയോ ചിലപ്പോൾ പ്രതി രക്ഷപ്പെടുന്നതോ സാഹചര്യം ചിലപ്പോൾ ഇവിടെ ഉണ്ടായേക്കാം. പക്ഷെ അവിടെയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 കൊല്ലം അവിടെ കിടക്കും, ഇല്ലെങ്കിൽ ജീവപര്യന്തം അവിടെ കിടക്കും. ഇടയ്ക്ക് പരോളോ അല്ലെങ്കിൽ കടുത്ത നിയമമാണോ, വലിയ കടുത്ത നിയമമാണ് അവിടുത്തത്. അതുകൊണ്ട് പരോള്, ഈ റിമിഷൻ, ശിക്ഷാ ഇളവ് ഇങ്ങനെയുള്ളത് ലഭിക്കാനുള്ള സാധ്യത തുലവും കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം.
സാധാരണയായി നമുക്കറിയാം ഇന്ത്യയിൽ വെച്ചിട്ടുള്ള ജീവപര്യന്ത തടവുകാരെ നല്ല നടപ്പിന്റെ പേരിൽ അതല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 14 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിലേക്ക് വിട്ടയക്കാറുള്ളത് പോലെ ഉസ്ബെക്കിസ്ഥാനിൽ അത്ര എളുപ്പത്തിൽ ഇത്തരം ഇളവുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. മാത്രമല്ല ഈ കൊലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തടവറയാണ്, പ്രത്യേക ഒരു തടവറയിലായിരിക്കും അവരുടെ കിടപ്പെന്ന് പറയുന്നത്. കൂട്ടത്തിൽ കിടന്ന് സൂഹിക്കാനൊന്നും പറ്റൂല. ഈ കൊലയാളികൾക്ക് അവർക്ക് ചിലപ്പോൾ ഏകാന്ത തടവ് തന്നെ അനുഭവിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും. ഭ്രാന്തെടുത്തു പോകുന്നേ. പിന്നെ മറ്റൊരു കുഴപ്പമുള്ളത്, ഈ പ്രതിയെ ഉസ്ബെക്കിസ്ഥാനിൽ ശിക്ഷിച്ച ശേഷം, കോടതി ശിക്ഷിച്ച ശേഷം ഇന്ത്യക്ക് കൈമാറുകയോ അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജയിലിലേക്ക് കൈമാറുകയോ ചെയ്താലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതിക്ക് ഇന്ത്യൻ ജയിൽ നിയമപ്രകാരമുള്ള പരോള്, ഇളവുകൾ ഒക്കെ ലഭിക്കാൻ സാധ്യത ഉണ്ടാവും, നിയമസാധ്യത ഉണ്ട് അയാൾക്ക്. ഇവിടെ കോടതി വിധി വരുന്നത് പോലെ തന്നെയുള്ള ഒരു സുഖങ്ങൾ അയാൾക്ക് കിട്ടും. ഇത് പ്രതിക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല ഇവിടെ ഒരു വിചാരണ നടത്താന്ന് വെച്ചാൽ അത് പറ്റൂല. അവിടെ ഒരു വിചാരണ നടത്തി ശിക്ഷിച്ചതാണെങ്കിൽ ഇവിടെ പിന്നെ വിചാരണ, അതായത് ഒരു കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കപ്പെടരുത് എന്ന ഒരു അന്താരാഷ്ട്ര നിയമ തത്വമുണ്ട്. ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്ക് കരാറും കൂടെ ഉള്ളത് കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് ഇവിടെ വിചാരണ നടത്താൻ ഇങ്ങോട്ട് തെളിവുകളും സാക്ഷികളുമായിട്ട് ഇവിടെ നടക്കണം. ഏറ്റവും നല്ലത് അവിടുത്തെ കോടതിയിൽ വിചാരണ നടത്തി അവിടെ ശിക്ഷിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ കുടുംബം ഉന്നയിക്കുന്ന മതപരിവർത്തന ശ്രമങ്ങൾ പോലുള്ള ആരോപണങ്ങളാണ്. അത് ഇന്ത്യയിൽ വെച്ച് വിചാരണ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കേസിന്റെ യഥാർത്ഥ വസ്തുതകളിൽ നിന്നും മാറി വലിയ രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകും. കേസ് തന്നെ വഴിമാറിപ്പോകും. സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടെങ്കിൽ തന്നെ അത് ആ ചെറുപ്പക്കാരൻ കാണിച്ച തെറ്റാണ്. ആ ചെറുപ്പക്കാരൻ കാണിച്ച തെറ്റിന് അവിടെ വെച്ച് കൃത്യമായി ശിക്ഷ കൊടുത്ത് കിടക്കുന്നതാണ് നല്ലത്. ഉസ്ബെക്ക് ജയിലിൽ കിടക്കട്ടേനെ. നമ്മുടെ ഇന്ത്യൻ ജയിൽ പോലെ അത്ര സുഖമൊന്നും അല്ല ഉസ്ബെക്ക് ജയിൽ എന്ന് പറയുന്നത്. അവിടെ ഇങ്ങോട്ട് കിടത്തണം. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചേരിതിരിവ് വരും. ആ ചേരിതിരിവിന്റെ പേരിൽ സമൂഹത്തിലെ 2 വിഭാഗം തമ്മിൽ അടിക്കണം. അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് നടത്തിക്കോളൂ, നമുക്കെതിരില്ല. അല്ല, അങ്ങനെയാണ് പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. ഇരയായ പെൺകുട്ടി, അവൾക്ക് നീതി ലഭിക്കുന്നത്, ഏറ്റവും നല്ല നീതി ലഭിക്കുന്നത് ഏറ്റവും വേഗത്തിലും ഏറ്റവും നല്ല കഠിന ശിക്ഷയും ലഭിക്കണം. ആ രീതിയിൽ ആ പ്രതിക്ക് ശിക്ഷ ലഭിക്കാൻ, അത് ഉറപ്പാക്കാൻ പ്രായോഗികമായി നല്ലത് ഉസ്ബെക്കിസ്ഥാനിലെ നിയമ നടപടികൾ തന്നെയാണ്. നമ്മുടെ നിയമ നടപടി പോരാന്നല്ല പറഞ്ഞത്. അവിടെ നിന്ന് നമുക്ക് സാക്ഷിമൊഴിയൊക്കെ ഓൺലൈനായിട്ട് നമുക്കിവിടെ കിട്ടി, സമയത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ അതല്ല. അവിടെ എല്ലാം ഒരു പ്രാദേശികമായിട്ടാണ് കേസ് എന്നതുകൊണ്ട് അവിടെ എല്ലാം സാധ്യമാണ്. പക്ഷെ നമുക്ക് ഇവിടെ കേസ് നടക്കുമ്പോൾ ആ സാക്ഷികളൊക്കെ ഉസ്ബെക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ എവിടെയെങ്കിലും ഉള്ള സാക്ഷികളായിരിക്കും. അവരൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റൂല. കോടതിയിൽ ഓൺലൈനായിട്ടൊന്നും എടുക്കാനൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ നിയമ നടപടികൾ തന്നെയാണ് നല്ലതെന്നുള്ള അഭിപ്രായമുണ്ട്. വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസിയൊക്കെ വഴി ഉസ്ബെക്ക് പ്രോസിക്യൂഷന് വേണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൈമാറാം. അത് അവരുടെ കേസ് നടത്തിപ്പിന് വളരെ ഉപകരിക്കും. കേസ് ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അവിടെ തന്നെ പരമാവധി കാലം കഠിന തടവിന് ശിക്ഷിക്കുന്നതും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇളവുകൾ ലഭിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതുമാണ് ഈ കേസിന്റെ സ്വഭാവം വെച്ചിട്ട് ഏറ്റവും യുക്തിസഹജമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറുന്നതിന് പകരം തന്റെ സഹജീവി, ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, അതിനെ കൊലപ്പെടുത്താൻ തുനിയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് പിന്നെ സമൂഹത്തിൽ അങ്ങനെ എഴുന്നേറ്റ് നടക്കേണ്ട ഒരു ആവശ്യമില്ലെന്നേ. ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കിടന്നാൽ മതി. കൊല്ലാൻ ആർക്കും അധികാരമൊന്നുമില്ല, അവകാശമൊന്നുമില്ല. Different angles. Don't forget to subscribe and support this channel.